അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രധാന വാർത്ത. യുദ്ധം 27ാം ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു വശത്ത് സൈനിക ആക്രമണങ്ങൾ രൂക്ഷമാകുമ്പോഴും മറുവശത്ത് സമാധാനത്തിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ സജീവമാകുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് നിലവിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ അറിയിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ ഇപ്പോൾ പരിഗണിച്ചു വരികയാണ്. ഈ സമാധാന നീക്കങ്ങൾക്ക് തുർക്കിയും ഈജിപ്തും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സമാധാനത്തിന് നേരിയ പ്രതീക്ഷയുണ്ടെന്ന് ചൈനയും അഭിപ്രായപ്പെട്ടു. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്നും സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും കാനഡ ആവശ്യപ്പെട്ടു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏത് സമാധാന ഉടമ്പടിയിലും ഗൾഫ് രാജ്യങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ കർശനമായി ആവശ്യപ്പെട്ടു. യുദ്ധം ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്കും കപ്പൽ ഗതാഗതത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഭീഷണിയാണെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ നിർബന്ധിതമായി പണം ഈടാക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. സമാധാന ശ്രമങ്ങൾക്കിടയിലും യുദ്ധമുഖത്ത് സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ IRGC നാവികസേന കമാൻഡർ അലിറേസ തങ്സിരി കൊല്ലപ്പെട്ടു. ഇസ്ഫഹാനിലും ഇസ്രായേൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. മറുവശത്ത് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 6 പേർക്ക് പരിക്കേറ്റു. അബുദാബിയിൽ തകർത്ത ഡ്രോണിന്റെയോ മിസൈലിന്റെയോ അവശിഷ്ടങ്ങൾ വീണ് 2 പേർ മരിച്ചു. ദക്ഷിണ ലെബനനിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു. ആക്രമണം ശക്തമായി തുടരുമെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തി. പ്രതിസന്ധി രൂക്ഷമായതോടെ പല രാജ്യങ്ങളും സാമ്പത്തിക രംഗത്ത് അടിയന്തര നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനു പുറമെ ഇറാനുമേലുള്ള സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപ് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മേഖല ഇപ്പോഴും കടുത്ത ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.